ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എക്സാമിൽ സെമസ്റ്റർ സിസ്റ്റം എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ്. കുറേ സ്റ്റുഡൻസിന് അറിയുമായിരിക്കും, എന്നാലും പുതുതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനും അല്ലാതെ ഇയർ ഗ്യാപ്പ് ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്റർ സിസ്റ്റം എങ്ങനെയൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് വരുന്നത്, എപ്പോഴാണ് നിങ്ങൾ എക്സാം എഴുതുന്നതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ UGC റെഗുലേഷൻസ് അനുസരിച്ച് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമിനൊക്കെ ഈ സെമസ്റ്റർ പാറ്റേൺ സെമസ്റ്റർ പാറ്റേൺ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സെമസ്റ്റർ വൈസ് ആണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 6 മാസം കൂടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. ചില യൂണിവേഴ്സിറ്റി ഉണ്ട്. ഓക്കെ, ചില യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഇതല്ലാതെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലാതെ മറ്റ് യൂണിവേഴ്സിറ്റിയിലും ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് വരുന്നത് 1 ഇയറിലായിരിക്കും. അതായത് 1 വർഷം കൂടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. അപ്പോൾ ഈ 1 വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും വരും. ഓക്കെ, അങ്ങനെ 2 സെമസ്റ്ററിലെ പേപ്പേഴ്സും കൂടെ നിങ്ങൾ 1 ഇയറിൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ 6 മാസം കൂടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ സോഷ്യോളജി എടുക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിൽ ഒരു 3 അല്ലെങ്കിൽ 4 പേപ്പേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, അങ്ങനെ 6 മാസം കൂടുമ്പോഴായിരിക്കും നിങ്ങൾ ഓരോരോ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ 1 ഇയറിൽ നിങ്ങൾ 2 സെമസ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പേഴ്സിന് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ മറ്റു യൂണിവേഴ്സിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇയറിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ഒരുമിച്ചായിരിക്കും വരിക. അങ്ങനെ 8 പേപ്പേഴ്സൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതല്ലാതെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിൽ 4 പേപ്പേഴ്സ് മാത്രം നിങ്ങൾ 6 മാസം കൂടുമ്പോൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും ടൈം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് 4 പേപ്പേഴ്സും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ കുറേ സ്റ്റുഡൻസിന് അറിയില്ലായിരിക്കും. ഓക്കെ, ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏത് സെമസ്റ്ററിലാണ് എങ്ങനെയാണ് എക്സാം വരുന്നത് എന്നൊക്കെ കുറേ സ്റ്റുഡൻസ് നമുക്ക് എൻക്വയറി ചെയ്തിട്ടും ചോദിക്കാറുണ്ട്. എക്സാം എങ്ങനെയാണ് വരിക, ഏത് വർഷത്തിലാണ് വരിക, അല്ലെങ്കിൽ എപ്പോഴാണ് എക്സാം നടക്കുക എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അവർക്കുള്ള ഒരു ആൻസറാണ് നമുക്ക് 6 മാസം കൂടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത് കേട്ടോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 1 വർഷം നിങ്ങൾക്ക് 2 സെമസ്റ്റർ ആയിരിക്കും വരിക. അതിൽ UG ഹോണേഴ്സ് പ്രോഗ്രാമിന് 8 സെമസ്റ്റർ ആയിരിക്കും വരിക. അതായത് 4 വർഷത്തിലുള്ള UG ഹോണേഴ്സ് പ്രോഗ്രാമിന് 8 സെമസ്റ്ററും പിന്നെ 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ നമുക്ക് 6 സെമസ്റ്ററും, അത് 3 വർഷത്തിൽ 6 സെമസ്റ്ററാണ് വരുന്നത്. പിന്നെ PG പോലുള്ള കോഴ്സിനൊക്കെ 4 സെമസ്റ്ററും, അത് 2 വർഷമാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്റർ വൈസ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അസൈൻമെന്റ് നിർബന്ധമായിട്ട്
കണ്ടക്ട് ചെയ്യേണ്ടി വരും. അസൈൻമെൻറ്റിനും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ സെമസ്റ്റർ വൈസിൽ തന്നെ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട്, അസൈൻമെൻറ്റ് സപ്പോർട്ട്, നിങ്ങളുടെ സർവീസ് എല്ലാം നമ്മളാണ് ഇവിടുന്ന് ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പുറത്തുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് സെമസ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സീറ്റ് ഓൾമോസ്റ്റ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.